തദ്ദേശത്തിൽ വൻ തിരിച്ചടിയുണ്ടായതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിരോധത്തിനൊപ്പം ആക്രമണവും സമാസമം ചാലിച്ചായിരുന്നു LDF നീക്കങ്ങൾ. മുൻ MLA ഉൾപ്പെടെ 4 നേതാക്കൾ ജയിലിലായതോടെ സോണിയാഗാന്ധിയുടെയും അടൂർ പ്രകാശിന്റെയും ആന്റോ ആന്റണിയുടെയും പോറ്റിക്കൊപ്പമുള്ള ചിത്രങ്ങൾ കാട്ടിയായിരുന്നു പ്രതിരോധം. ഒപ്പം UDF ഭരണസമിതിയുടെ കാലത്തെ കൊടിമര നിർമ്മാണത്തിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി കടന്നാക്രമണവും. തന്ത്രങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവിന് കളമൊരുക്കുമെന്ന കണക്കുകൂട്ടലിൽ മുന്നേറുന്നതിനിടെയാണ് ഓർക്കാപ്പുറത്തെ തിരിച്ചടിയായി ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവന്നത്. CPIM നിയന്ത്രണത്തിലുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ സഹോദര സ്ഥാപനമായ IICക്ക് ടെൻഡർ വിളിക്കാതെ കരാർ നൽകിയതിൽ തുടങ്ങുന്നു ക്രമക്കേടുകൾ. അതിഥികൾക്ക് നൽകാനായി എത്തിച്ച അപ്പം, അരവണ, നെയ്യ്, ഭക്ഷണം എന്നിങ്ങനെ ക്രമക്കേടുകളുടെ പട്ടിക നീളുന്നു. സ്പോൺസർഷിപ്പ് വഴിയുള്ള പണം കിട്ടാതെ വന്നതോടെ ദേവസ്വം ബോർഡ് അക്കൗണ്ടിൽ നിന്നും പണം അനുവദിച്ചെന്നും തെളിഞ്ഞതോടെ സംഗമത്തിനായി 1 രൂപ പോലും ചെലവാക്കില്ലെന്ന സർക്കാരിന്റെ മുൻവാദവും പൊളിഞ്ഞു. അടിമുടി പ്രതിരോധത്തിലായ ദേവസ്വം മന്ത്രി VN വാസവൻ വ്യക്തമായ മറുപടി നൽകാതെ തടി തപ്പാനാണ് ശ്രമിച്ചത്. വിശദീകരണം കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ലക്ഷ്യമിട്ട് നടത്തിയ സംഗമത്തിലെ ക്രമക്കേടുകൾ ആയുധമാക്കി സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷം. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെതിരെ അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടപ്പോൾ സ്വർണം കട്ടതു മാത്രമല്ല അയ്യപ്പന്റെ പേരിൽ സംഗമം നടത്തിയും കട്ടുവെന്നായിരുന്നു K മുരളീധരന്റെ പരിഹാസം. സർക്കാരിന്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പണം ഇങ്ങനെ ദൂർത്തടിക്കാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? പ്രശാന്തിന്റെ ഭരണസമിതിക്ക് പങ്കുണ്ട്, മന്ത്രി വാസവന് പങ്കുണ്ട്. വളരെ വ്യക്തമായിട്ട് അയ്യപ്പ സംഗമം നടത്തി അതിന്റെ ഫണ്ട് വെട്ടിച്ചതിലും അദ്ദേഹത്തിന് പങ്കുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിലെ പൊരുത്തപ്പെടാത്ത കണക്കുകളിൽ സർക്കാർ പ്രതിരോധത്തിലോ?